ഓഫ്, അങ്ങനെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു അനക്കം അവസാനം കാണാൻ കഴിഞ്ഞ ഈ ടെസ്റ്റ് സീരീസിൽ ഇതാദ്യമായിട്ട് ഒരു സെഷൻ അവർ വിജയിച്ചിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 3-ാം ദിവസത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇന്നലത്തെ അവസാനത്തെ സെഷൻ കംപ്ലീറ്റ്ലി വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു. ഇന്ത്യൻ ബൗളേഴ്സ് ഒന്നുമല്ലാതെ നിരായുധരായി മാറുന്ന സീൻ നമ്മൾ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ സന്തോഷം തോന്നി. അങ്ങനെയും വേണമെന്നേ, അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ഏകാധിപത്യത്തോടുകൂടി എറിയുന്നതെല്ലാം വിക്കറ്റ്, എറിയുന്നതെല്ലാം അങ്ങോട്ട് ഭയങ്കര ഇമ്പാക്ട് ബോൾ, അതൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. ഇന്നലെ ഇച്ചിരി ഇന്ത്യ ഒന്ന് ഒരു അസ്വസ്ഥരായി. ആക്ച്വലി വിചാരിച്ചെന്താണ്, 270 റൺസ് ലീഡ് അടിച്ച് ഫോളോ ഓൺ വിട്ടപ്പം അതുവരെയും ഇന്ത്യയുടെ പ്ലാനിങ് കറക്റ്റാണ്. കാരണം ആ ഒരു ഹ്യൂജ് സ്കോർ കണ്ടെത്തി ഇനി ഒരു ബാറ്റിങ്ങിന് ഇറങ്ങാതെ ഇവർ തീർക്കാന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുൽദീപ് യാദവും രവീന്ദ്ര ജഡേജയും എല്ലാം മികച്ച രീതിയിൽ ബോൾ ചെയ്തപ്പോൾ 240 അവർ തീർന്നു. അപ്പോൾ പിന്നെ സമയം കിടക്കാണ്. ഈസിലി ഇന്നലെ തന്നെ അവരെ ഓൾ ഔട്ടാക്കി കളി അവസാനിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ഇന്ത്യ ആലോചിച്ചത്. അത് തന്നെയാണ് കണ്ടതും. വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സ് തുടങ്ങി ആദ്യ വിക്കറ്റ് 17 പോയി, രണ്ടാം വിക്കറ്റ് 35 പോയി. അപ്പോൾ വിചാരിച്ചു എന്താ വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെ, ഞങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ വിശ്രമങ്ങൾ തരുന്നേ എന്നൊക്കെ വിചാരിച്ചു. അവിടെ നിന്ന് ജോൺ കാമ്പലും ഷായ് ഹോപ്പും കളിയൊന്നും മാറ്റി എഴുതി. കിട്ടില്ല പാർട്ണർഷിപ്പ്, കിട്ടില്ല. 207 ബോളാണ് അവർ കളിച്ചിരിക്കുന്നത്, 138 റൺസും എടുത്തു. അങ്ങനെ ഓവർ പ്രതിരോധം ഒന്നും പറയാൻ കഴിയില്ല. ആത്മവിശ്വാസത്തോടുകൂടി അടിക്കേണ്ട ബോൾ അടിച്ചും ഡിഫൻസ് ചെയ്യേണ്ട ഡിഫൻസും ചെയ്ത് തന്നെയാണ് മുന്നേറിയത്. ആദ്യ ഇന്നിങ്സിൽ കൂടുതൽ ബോളിങ്ങും വിക്കറ്റും ഒക്കെ കുൽദീപ് യാദവിന് കിട്ടിയതാണോ എന്തോ. ഇന്നലെ കുൽദീപ് യാദവിനെ വലിയ രീതിയിൽ യൂസ് ചെയ്യുന്ന കണ്ടില്ല. വാഷിംഗ്ടൺ സുന്ദറിനെ ഇട്ടിട്ട് കളിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന് ഒരു ബോളിംഗ് എക്സ്പീരിയൻസ് വേണ്ടേ എന്നോർത്തിട്ടായിരിക്കും. അത് അങ്ങോട്ട് വലിയ ഫലവത്തായില്ല. ആക്ച്വലി വാഷിംഗ്ടൺ സുന്ദർ ഒരിക്കലും രവിചന്ദ്രൻ അശ്വിൻ ആവൂലല്ലോ, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും. അപ്പോൾ അതിൻ്റെ കുറച്ച് പരാധീനതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ത്രൂ നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ 2 വിക്കറ്റ് നഷ്ടത്തിൽ 173 എന്ന നിലയിലാണ് ഇന്നലെ വെസ്റ്റ് ഇൻഡീസ് കളി അവസാനിപ്പിച്ച് പോയിരിക്കുന്നത്. ഇനി ഇന്ത്യനെ രണ്ടാമത് ബാറ്റ് ചെയ്യിപ്പിക്കാൻ അവർക്ക് 97 റൺസും കൂടി വേണം. വെസ്റ്റ് ഇൻഡീസിന് ചിന്തിക്കുന്നത് വലിയമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്ന് ഈ പറയുന്ന ആൾക്കാരെല്ലാം സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയൊക്കെ അടിച്ചൊരു 400 എത്തിച്ച്, 400 പോരല്ലോ, ഒരു 450 എത്തിച്ച് ഇന്ത്യനെ ഓൾ ഔട്ടാക്കി അങ്ങനെ പരമ്പര സമനില ആക്കാന്നൊക്കെ. പക്ഷേ നമ്മൾ ഒരു നോർമലി ലോജിക്കോട് എടുക്കുമ്പോൾ അതൊന്നും പോസിബിൾ അല്ല. പിന്നെ ഇന്നലത്തെ ആ ഒരു റെസിസ്റ്റൻസ് ഇന്നവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് ആക്ച്വലി സ്പിന്ന് കുറച്ചും കൂടി ഇമ്പാക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. കുൽദീപ് യാദവ് ഒക്കെ ഇന്ന് കാര്യമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ രണ്ടാമത് ഇന്ത്യ ബാറ്റ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. 97 റൺസ് കൂടെയാണല്ലോ ഇനി വേണ്ടത്. അതിനുള്ളിൽ തന്നെ അവർ 8 വിക്കറ്റ് പോകുന്നതാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചു കൂടി വന്ന ഒരു 50 റണ്ണും കൂടി എക്സ്ട്രാ അവർ എടുത്തേക്കാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതായത് ഇന്ന് കളി അവസാനിക്കും. നമ്മൾ ഈ ഏകപക്ഷീയമായ കളികളായതുകൊണ്ട് 3 ദിവസമൊക്കെയാണ് ഈ ടെസ്റ്റിന് ആയുസ് നൽകിയത്. പക്ഷേ ഇത് 4-ാം ദിവസം എത്തി. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ഇന്നിങ്സിൽ അവരുടെ ഒരു ചെറിയ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ചു. അതിൻ്റെ ഒരു എഫക്റ്റാണിത്. ഇവർ ആദ്യം മുതലേ അങ്ങനെ കളിക്കണമെന്നേ. ആദ്യ ടെസ്റ്റ് മുതലേ ഇവർ നമ്മൾ കാണുന്നത് അയ്യോ ഞങ്ങൾക്ക് വയ്യേ, ഞങ്ങളെ അടിച്ചോ, അയ്യോ ഞങ്ങൾക്ക് ബാറ്റ് ചെയ്യാനും വയ്യേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഈ പറയുന്നത് രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിങ്സിലും അത് തന്നെയാണ് ആറ്റിറ്റ്യൂഡ്. പക്ഷേ അവസാനം അവർ തിരിച്ചറിഞ്ഞു ഇങ്ങനെയല്ല ഞങ്ങൾ കളിക്കേണ്ടത്. ഷായ് ഹോപ്പൊക്കെ കിഡിലൻ ബാറ്റ്സ്മാനാണേ, ODIയിലെ ലെജൻഡാണ് അദ്ദേഹം. ഇന്നലെ ഏതായാലും 66 റൺസ് എടുത്തിട്ടുണ്ട്. നല്ല ഷോട്ടുകളിലൂടെയാണ് അദ്ദേഹം 66 എത്തിയിരിക്കുന്നത്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം 50 അടിക്കുന്നത് പോലും. അവസ്ഥ ആലോചിച്ചു, ഇത്രയും വലിയൊരു പ്ലെയർ ടെസ്റ്റിൽ 50 അടിക്കുന്നത് ഒരുപാട് ഇന്നിങ്സിന് ശേഷമാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു മോശമായ പ്രകടനം കാരണമാണ് വെസ്റ്റ് ഇൻഡീസ് ഇങ്ങനെ കൂപ്പൂത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്നിങ്സ് അവരുടെ ഒരു തിരിച്ചുവരവാവട്ടെ, വെസ്റ്റ് ഇൻഡീസിനും അതൊരു ബൂസ്റ്റ് ആവട്ടെ, ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പും ആവട്ടെ, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കളിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യക്കും കിട്ടട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു.